ഇതിപ്പോ എന്താ ഉണ്ടായേ? ആൾക്കാർ മുഴുവൻ അറിഞ്ഞു, ഇത്രയും വലിയ പ്രശ്നമായി. ഞാൻ അന്നേ പറഞ്ഞ ഇത്രയും കയറ്റം പിടിച്ച സ്ഥലത്തൊന്നും അവളെ പഠിക്കാൻ വിടേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ പറഞ്ഞ കേട്ടില്ല. ഇപ്പം ഇവിടുത്തെ കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ട്, എനിക്കെന്തോ അസൂയാന്നാണല്ലോ എന്നും എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ ഇപ്പം? ഏട്ടത്തിക്ക് ഞാൻ എന്താ കരയാൻ തന്നെയാ വിധി. അല്ല ഇപ്പൊ ഞാൻ എന്താ പറയാ? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അവളുടെ പൊട്ടബുദ്ധിക്ക് ഓരോന്ന് തോന്നി. ഇനിയിപ്പൊ ആ ചെക്കൻ വല്ല കൂടോത്രവും മന്ത്രവും എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് ആർക്കറിയാ? ഇനിയിപ്പൊ അവൾ അങ്ങോട്ടേക്ക് മതം മാറിയിട്ടുണ്ടോന്ന് തന്നെ ആർക്കറിയാ? ചോദിച്ചു കഴിയുമ്പോ അറിയാം എന്താ എങ്ങനെയാ ഏതാ മനസ്സിലിരിപ്പെന്നൊക്കെ. രജിസ്റ്റർ വല്ലതും കഴിഞ്ഞോ? എന്തേലും കുട്ടി ഇങ്ങനെ പറഞ്ഞോ? അന്വേഷിച്ചാ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പത്തെ കുട്ടികളുടെ പൊട്ടുകുത്തിക്ക് എന്തൊക്കെയാ ചെയ്യാന്ന്. അല്ല ഇനിയിപ്പം അവന്റെ കൂടെ പോവോ നിക്കോ അങ്ങനെ എന്തേലും? ഇല്ല. ഞാൻ സംശയം ചോദിച്ചെന്നുള്ളൂ. ഇപ്പത്തെ കുട്ടികളുടെ മനസ്സിലിപ്പം എന്തൊക്കെയാന്ന് പറയാൻ പറ്റൂലല്ലോ. കഴിഞ്ഞ വട്ടത്തെ ലീവിന് വന്നപ്പം മറ്റേ വൈഷ്ണവ്, രാമേട്ടന്റെ അകന്ന ബന്ധത്തിലുള്ള അത് തന്നെ. ആ കുട്ടി വന്ന് ചോദിച്ചതായിരുന്നു ഗീതുവിന്റെ കാര്യം. അന്നേ ഞാൻ പറഞ്ഞതാ ആ കല്യാണം നടത്തിക്കോന്ന്. അപ്പൊ അവനിപ്പോ എന്തായിരുന്നു പ്രശ്നം? +2 തോറ്റ്, അതിനിപ്പോ എന്താ? അവൻ നല്ല അന്തസ്സായിട്ടല്ലേ കൂലിപ്പണിക്ക് പോയിട്ട് വീടും കുടുംബമൊക്കെ നടത്തുന്നത്. പെണ്ണ് കേസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഏട്ടത്തി. അതെന്തോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങ് തേഞ്ഞു വാഞ്ഞു പോയില്ലേ. അതൊക്കെയാണ് ഇപ്പൊ വലിയ കാര്യം. അതിപ്പോ ചെറിയ 1-2 കേസൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ വലിയ കാര്യമാക്കാനുണ്ടായിരുന്നോ? ഇപ്പൊ എന്തായാലും അവൻ നല്ല രീതിക്ക് കുടുംബം പോറ്റുണ്ട്. അത് നോക്കിക്കോളാൻ അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ എന്തായി? ഒരു അന്യമതസ്ഥനെ കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും മതിയായല്ലോ ഇരുന്നിട്ട്. ഇനിയിപ്പൊ അവള് ഇറങ്ങി പോവോ, അവൻ വന്ന് വിളിച്ചിറക്കുമോന്നൊക്കെ ആർക്കറിയാം. ഇപ്പത്തെ കാലല്ലേ, ഇപ്പൊ നിയമവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അനുകൂലമായിട്ടാണല്ലോ വരുന്നത്. നമ്മൾ എത്ര പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ നിൽക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഏട്ടത്തിനെ തന്നെ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ അവളുടെ തുള്ളലിനെ എപ്പോഴും കൂടുന്ന ഏട്ടത്തിയായിരുന്നു. അവിടെ ഇവിടെ ഒന്നും വിടണ്ട, ആ കണ്ട പേക്കൂത്തിനൊന്നും ആടാൻ വിടണ്ട എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പൊ പിന്നെ എന്റെ മക്കളാ എനിക്ക് നോക്കാൻ അറിയാം എന്നുള്ള രീതിക്കായിരുന്നല്ലോ. അപ്പൊ പിന്നെ മക്കളെ നോക്കിയതൊക്കെ കാണാനുണ്ട്. അതിനൊക്കെ എന്റെ ചിന്നുമോള് ഞാൻ പറഞ്ഞ അതിന്റെ അപ്പുറത്തോട്ട് അവള് കടക്ക് പോലും ഇല്ല. ഞാൻ പറഞ്ഞു മോളെ നീ വുമൻസ് കോളേജിൽ പോയാൽ മതിന്ന്. അവൾ അതേ പോയുള്ളൂ. അത് മതി അമ്മേന്ന് അവള് പറഞ്ഞു. അങ്ങനെയാ കുട്ടികളൊക്കെ വേണ്ടത്. അല്ലാതെ ഇനിയിപ്പൊ പറഞ്ഞതെല്ലാം പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ആ കണ്ണിയാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. 3-4 ചെക്കന്മാരുടെ ആലോചനയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവളുടെ പഠിപ്പിനൊത്ത തൂക്കത്തിനൊത്ത ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്ന അവള് വീട്ടിലിങ്ങനെ നിന്ന് പോകത്തുള്ളൂ. പോരാത്തതിന് ഇപ്പോൾ ഉള്ളൊരു കേസ് കിട്ടും. ഇതെല്ലാം കൂടെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ തന്നെ നാട് നിങ്ങൾ അറിഞ്ഞെന്നാ കേട്ടത്. ഇനിയിപ്പൊ 4 ആൾ അറിയുന്നതിന് മുമ്പ് വേഗം ഇടി പിടിന്ന് ഓരോ നടത്തുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ കുട്ടികളുടെ ഭാവിയല്ലേ, എന്തിനാ വെറുതെ? നമ്മുടെ മറ്റേ ചെറ്റിലമറ്റത്തുള്ള ആ ഒരു ഉണ്ണിവാര്യരുടെ മോനില്ലേ, ആ പയ്യന് ചെറിയൊരു ചട്ടം കാടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ പയ്യനോട് വലിയ കാര്യമായിട്ട് ആലോചനയായിട്ട് വന്നപ്പം നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടാ. രാമേട്ടന് വലിയ കാര്യമായിരുന്നു അവന്. അതങ്ങ് നടത്താതെ ഞാനും ഒന്ന് പറഞ്ഞതാ. ഒരു 10-13 വയസ്സിന്റെ വ്യത്യാസമാണ് അത്ര വലിയ വ്യത്യാസം. ഞാനും രാമേട്ടനും തമ്മിലുണ്ടല്ലോ 12 വയസ്സിന്റെ വ്യത്യാസം. എന്നിട്ട് ഞങ്ങൾ അന്തസ്സായിട്ട് കുടുംബം നടത്തി പോണില്ലേ? ഇതൊക്കെ വലിയ കാര്യമാക്കണം എന്റെ ഏട്ടത്തിയെ. അവനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തും മുതലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചട്ടുകാല്. അവനിപ്പം തന്നെ എത്ര പഠിപ്പും പത്രാസും ഒക്കെ. 10ാം ക്ലാസ് തോറ്റാലെന്താ? നല്ല 4 തലമുറയ്ക്കുള്ള സ്വത്തും മുതലും ആ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ അവൻ പണിക്കൊണ്ട് ആവശ്യം ഇപ്പൊ എന്താ? ഭാര്യയും തലക്കിലെ നാണുവേട്ടത്തിയുടെ ബന്ധത്തിലുള്ള ആ പയ്യന്റെ കാര്യം വന്നില്ലായിരുന്നു? ലോറി ഡ്രൈവറാന്ന് വെച്ചാൽ ഇത്ര കുറച്ചിലാണോ? അവളൊരു എഞ്ചിനീയറിംഗ് ഉദ്യോഗം പഠിച്ചു എന്ന് വെച്ച് ലോറി ഡ്രൈവർമാരെ നമുക്ക് പിടിക്കത്തില്ലല്ലോ. ലോറി ഡ്രൈവർ എത്ര മോശം ജോലിയാ? അവനൊന്നില്ലേ ആ കുടുംബം മുഴുവൻ നടത്തണത് അത് ഓടിച്ചിട്ട്? എന്താണല്ലോ ഇപ്പൊ എന്താ? അവക്ക് നല്ലോണം വെച്ചുണ്ടായി കൊടുക്കാൻ അറിയാലോ, അത് മതിയല്ലോ. അവൾ ഉദ്യോഗത്തിന് പോയിട്ട് കിട്ടുന്നേക്കാളും കൂടുതൽ അവൻ എന്തായാലും ആ ചക്രം കറക്കിയിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ എനിക്കറിയാം. ഇതിപ്പോ ഓരോരോ പിടിവാശികളുമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ. ഏട്ടത്തി എന്തായാലും അവളോടൊന്ന് സംസാരിക്കും. ഇനി ഇതുപോലുള്ള പിടിവാശികളും കാര്യങ്ങളും വെച്ചോണ്ടിരിക്കാതെ എടി പിടിന്ന് ഓരോന്ന് നടത്തുന്നതാണ് നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. അവളുടെ താളത്തിനോട് തുള്ളിയിട്ടാണല്ലോ ഇതിപ്പോ ഇവിടം വരെ എത്തിയ നാട്ടുകാർ മുഴുവൻ നമുക്ക് ഇത്ര വലിയ നാണക്കി അടയ്ക്കായത്. ഇനിയല്ല ഏട്ടത്തിയുടെ ഇഷ്ടം. ഏട്ടത്തി എന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് അറിയിക്കും. ഞാനും രാമേട്ടനും എന്തായാലും അപ്പുറത്തന്നെയുണ്ട്. ഇനി ഓളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാനാണ് ഏട്ടത്തിയുടെ ആഗ്രഹമെങ്കിൽ ഞാനും രാമേട്ടനും ഈ വഴിക്കില്ല. ഏട്ടത്തിക്ക് തന്നെ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കണോ, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കണോ, അവളുടെ ഇഷ്ടത്തിന് തുള്ളണോ എന്നൊക്കെ ഉള്ളത് ഏട്ടത്തിയുടെ മാത്രം തീരുമാനം. എന്നാ ശരി, ഞാനും അങ്ങോട്ട് ഇറങ്ങാം.